മുസ്ലിം പള്ളിയിൽ ചെല്ലുമ്പോൾ ഖുറാന്റെ ഭാഗങ്ങൾ ഉദ്ധരിച്ച് പ്രസംഗിക്കും. ഈ പാവത്തിനതൊന്നും അറിയത്തില്ല, കാരണം അഭിനയം അറിയത്തില്ല. സുരേഷ് ഗോപി ചെയ്യുന്ന കണക്ക് നിസ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന എല്ലാ ചടങ്ങുകളും ചോദിച്ചു മനസ്സിലാക്കി. ഇന്നലെ എൻ്റെ പേടി അതല്ലായിരുന്നു, സുരേഷ് ഗോപി കയറി നിസ്കരിച്ച് കളയുമെന്ന് പേടിച്ചു. പള്ളിക്കകത്ത് കയറി നിസ്കരിച്ച് കളയുമെന്ന് ചേട്ടൻ. പിന്നെ അഭിനയം ഭയങ്കരമാണ്. കാരണം നോമ്പ് കഴിഞ്ഞ് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന കണക്ക് തള്ളവരിലിട്ട് നക്കി കള്ളത്തരം. ഇതൊക്കെ കേരളത്തിൽ പണ്ട് കണ്ടതല്ലേ. നോമ്പ് കഞ്ഞി വേണമെങ്കിൽ ഒരു പാത്രം കൂടെ ചോദിച്ചാൽ ഇഷ്ടം പോലെ കൊടുക്കത്തില്ലയോ? നമ്മളൊക്കെ ചോദിക്കുമ്പോൾ 5ഉം 6ഉം പാത്രമാണ് കുടിക്കുന്നത്. ഏതാ ഇത് പകലും കൂടെ നുണ്ട് കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് ഈ നോമ്പ് കഞ്ഞി കണ്ടപ്പം ജീവിതത്തിൽ കഞ്ഞി കാണാൻ തണക്ക് തള്ളവരലും നാക്കിൽ വയ്ക്കും. നമസ്കാരം. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് സുരേഷ് ഗോപിയുടെ നോമ്പ് കഞ്ഞിക്കുടി. ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ മണ്ഡലം. സ്ഥാനാർത്ഥികൾ എല്ലാം ഇതിനോടകം തന്നെ പ്രചരണം കൊഴുപ്പിക്കാനായിട്ട് രംഗത്തുണ്ട്. ഇനി ദിവസങ്ങൾ മാത്രം ഇലക്ഷനായിട്ട് ശേഷിക്കുമ്പോൾ പല രാഷ്ട്രീയ തന്ത്രങ്ങളും ഇപ്പോൾ പയറ്റിക്കൊണ്ട് എതിരാളികളെ തോൽപ്പിക്കാനായിട്ട് ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ രംഗത്തുണ്ട്. മാത്രമല്ല സുരേഷ് ഗോപിയെയും UDF നേതാക്കളെയും രൂക്ഷമായിട്ട് പരിഹസിച്ച് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ജീവിതത്തിൽ നോമ്പ് കഞ്ഞി കാണാത്ത വിധത്തിൽ തള്ളവിരലിട്ട് നക്കി കുടിക്കുകയായിരുന്നു സുരേഷ് ഗോപി. ആളുകളെ കബളിപ്പിക്കാനാണ് ഈ നാടകം. സുരേഷ് ഗോപി നിസ്കരിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. എൻ്റെ പേടി പുള്ളി എങ്ങാനും പള്ളിയിൽ കയറി നിസ്കരിച്ച് കളയുമോ എന്നതായിരുന്നു. എന്തായാലും അഭിനയം ഭയങ്കരമായിരുന്നുവെന്നാണ് ഗണേഷ് കുമാറിൻ്റെ പരിഹാസം. ഇതൊക്കെ പണ്ട് കേരളത്തിൽ കണ്ടതാണ്. യൂത്ത് കോൺഗ്രസ്സുകാർ കോളേജ് തിരഞ്ഞെടുപ്പിൽ കാണിച്ച അതേ നാടകമാണ് സുരേഷ് ഗോപിയും ഇപ്പോൾ ചെയ്യുന്നതെന്നും ഗണേഷ് കുമാർ പരിഹസിച്ചു. അതുപോലെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള മാതാവിൻ്റെ പള്ളികൾ കാണാതെയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിലെത്തി കിരീടം സമർപ്പിച്ചത്. ചെമ്പ് പൂശിയ സ്വർണ്ണ കിരീടം കൊടുത്ത് പറ്റിച്ചപ്പോൾ എടുത്തു കൊണ്ടുപോകാനാണ് മാതാവ് പറഞ്ഞത്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മാതാവിൻ്റെ പള്ളി വെട്ടുകാടുണ്ട്. ഇനി സുരേഷ് ഗോപി കൊല്ലംകാരനല്ലേ എന്ന് നോക്കിയാൽ പോലും വേളാങ്കണ്ണി പള്ളിയുണ്ട്. ഇതൊന്നും പരിഗണിക്കാതെ പുള്ളി നേരെ പോയത് തൃശ്ശൂരിലെ മാതാവിന് സ്വർണ്ണ കിരീടം സമ്മാനിക്കാനാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. മണിപ്പൂരിലെ ന്യൂനപക്ഷങ്ങളെ കൊന്നു തള്ളിയപ്പോൾ കണ്ടില്ലെന്നടിച്ച പ്രധാനമന്ത്രിയുടെ പ്രഥമ ശിഷ്യനാണ് സുരേഷ് ഗോപി എന്നും ഗണേഷ് കുമാർ പരിഹസിച്ചു. ചെമ്പിൽ ബിരിയാണി കൊടുത്തയച്ചെന്ന് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചവരാണ് സ്വർണ്ണ പ്ലേറ്റ് പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്നത്. പ്രധാനമന്ത്രിയെ പിടിച്ചു കെട്ടുമെന്ന് പറഞ്ഞ് ഡൽഹിക്ക് പോയിട്ട് രാഹുൽ കെട്ടിപ്പിടിച്ചു. റോഡിൽ നടന്നു തേണ്ടി തിരിയാതെ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ കസേര ഏറ്റെടുത്തി? അത് മറ്റൊരാളുടെ തലയിൽ വെച്ച് വിദേശ യാത്രയിലാണ് രാഹുൽ ഗാന്ധി. പെറ്റ തള്ളയ്ക്ക് പോലും എവിടെയാണെന്ന് അറിയില്ലെന്നും ഗണേഷ് കുമാർ പരിഹസിച്ചു. കോൺഗ്രസ്സുകാർക്ക് പോലും രാഹുൽ എവിടെയാണെന്ന് അറിയില്ലെന്നും ഗണേഷ് കുമാർ പരിഹസിച്ചു. അതേസമയം ശ്രീരാമന് ഹനുമാനോട് എത്ര ഭക്തിയുണ്ടോ അത്ര തന്നെ നരേന്ദ്രമോദിയോട് ഭക്തിയുള്ളയാളാണ് NK പ്രേമചന്ദ്രൻ. അത്തരത്തിലുള്ള ഒരാളോടാണ് മുകേഷ് കൊല്ലത്ത് മത്സരിക്കുന്നത്. കൊല്ലത്തെ UDF സ്ഥാനാർത്ഥിയുടെ വീട്ടിലെ പൂജാമുറിയിൽ നരേന്ദ്രമോദി ചിത്രം കാണാൻ സാധ്യതയുണ്ട്. നടന്ന് കള്ളം പറയുന്നയാളാണ് പ്രേമചന്ദ്രൻ. ബാബരി മസ്ജിദ് പൊളിച്ച് അമ്പലം പണിത ശേഷം മോദി അബുദാബിയിൽ പോയി അമ്പലം ഉദ്ഘാടനം ചെയ്തു. ലജ്ജയില്ലേ അദ്ദേഹത്തിനെന്നും ഗണേഷ് കുമാർ ചോദിച്ചു. ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, Facebook പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.